Watch full episodes on Jio Hotstar. Stop. Welcome, sir. Good morning. Thank you. Open the gate. Very good. എല്ലാരും എന്നോടൊന്ന് ക്ഷമിക്കണം, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഫ്രണ്ട്സ്, ഇന്ന് ലോകം മുഴുവനും ഒരേ ഒരു പ്രോബ്ലമാണ് ഫേസ് ചെയ്യുന്നത്. നോക്കൂ, ലോകത്തിലുള്ള പുഴകളിലും അരുവികളിലുമെല്ലാം വെള്ളം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കൊണ്ടിരിക്കെ ജലനിരപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെയെല്ലാം വെള്ളം കുറയുന്നുവോ അവിടെയെല്ലാം നിറയെ മേഘങ്ങളും കാണപ്പെടുന്നു. നല്ല ഇടിമിന്നലുമുണ്ട്. ജലം ആവിയായി പോകുന്നതും കാണാൻ കഴിയും. എവിടെയെല്ലാം ജലമുണ്ടോ, അതായത് അരുവിയാണെങ്കിലും കുളമാണെങ്കിലും അവിടെ നിന്നെല്ലാം ജലം നീരാവിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് വലിയൊരു രഹസ്യമാണ്. കണ്ടില്ലേ, ഭൂമിയിലുള്ള വെള്ളമെല്ലാം പെട്ടെന്ന് തീർന്നോണ്ടിരിക്കുക. ഇനി ഒരാഴ്ചക്കകം ഇവിടെയുള്ള എല്ലാ വെള്ളവും തീർന്നു പോവും. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആർക്കും പിന്നെ ജീവനോടിരിക്കാൻ പറ്റില്ല. ഇത്രയും മഴ പെയ്തിട്ടും വെള്ളം എന്തുകൊണ്ടാണ് തീർന്നു പോയെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഭയങ്കര വലിയ നിഗൂഢതയാണല്ലോ. ഈ പ്രശ്നം പരിഹരിക്കാൻ ആർക്ക് പറ്റും? എന്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ രണ്ടുപേർക്ക് മാത്രമേ കഴിയൂ. അവരുടെ പേരാണ് മോട്ടുവും പിന്നെ പത്ലുവും. മോട്ടു പത്ലു? അതെ, ഈ മിഷൻ ഞാൻ അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. യെസ് ബോസ്, ഡിയാബലസ്. ഇപ്പൊ തന്നെ ഈ തടാകത്തിലെ പകുതി വെള്ളവും ഞാൻ എടുത്തു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ തടാകത്തിലെ ബാക്കി വെള്ളവും ഞാൻ എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും ബോസ്. അത് ബാക്കിയുള്ള വെള്ളം മാത്രമല്ല, ഒരു തുള്ളി വെള്ളം പോലും തനിക്ക് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. ആരാണത്? മുന്നിലേക്ക് വരൂ. മര്യാദയ്ക്ക് എന്റെ മുന്നിലേക്ക് വരാനാ പറഞ്ഞത്. എന്താ ഇത്? അല്ല, ഇവൻ ആരാണ് പത്ലു? മനുഷ്യനാണോ അതോ മേഘമാണോ? വേണ്ട, മോട്ടു സൂക്ഷിച്ച്. അറ്റാക്ക്! എന്റെ ചേട്ടാ, നിങ്ങൾക്ക് വല്ല ദാഹമുണ്ടോ? ഞാൻ ഇപ്പൊ നിങ്ങൾ വെള്ളം കുടിപ്പിച്ച് കാണിച്ചു തരാം. നിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കും. പത്ലു, എടോ, മിന്നൽ ഉണ്ടാക്കുന്ന ചേട്ടാ, മേഘത്തിനിടയിൽ കയറി ഒളിച്ചിരിക്കുകയാണല്ലേ? മോട്ടു, മുതിർന്നവർ പറയുന്നത് ശരിയാ. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ലാന്ന്. സത്യമാണ്. ഞാൻ
ഞാനൊരു നായ് മാത്രമല്ല, ഞാനൊരു മേഘവുമാണ്. കുറിക്കുകയും ചെയ്യും, കടിക്കുകയും ചെയ്യും. എടോ ആരാടോ നീ? ആ മേഘത്തിനിടെ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യുവാ? പറയടോ. ഞാനാണ് ക്ലൗഡ് മാൻ. നിങ്ങളെയൊക്കെ സമാധാനം ഞാൻ നശിപ്പിക്കും. എടോ എന്താണോ ഇത്? പത്തലു, ഈ ചേട്ടന് കുറച്ച് മുൻഷുണ്ടി ജാസ്തി കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ഈ ചേട്ടനെ ഒന്ന് തണുപ്പിച്ചാലെന്താ? ഓക്കേ മോട്ടു. എന്റെ മോട്ടു, എന്റെ ദേഷ്യം അടങ്ങുന്നില്ല. ദേഷ്യം കൊണ്ട് നമ്മളെ പൊളിച്ചടുക്കാനുള്ള പരിപാടിയാ. ഇയാള് നിർത്തുന്നില്ലല്ലോ. ഓടിക്കോ, രക്ഷിക്കണേ. എനിക്ക് തോന്നുന്നത് ഇനി മുതൽ നമ്മൾ കുറച്ചു നേരം ഇവരോട് സമാധാനമായി സംസാരിക്കണമെന്നാ. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ വഴക്കിടുന്നേ? ഞങ്ങൾക്ക് നീ ആരാണെന്ന് അറിയണം, അത്രേ ഉള്ളൂ. ആ ടേബിളിൽ ഇരുന്നിട്ട് സമാധാനമായി നമുക്ക് സംസാരിച്ച് തീർക്കാന്നേ. ഒന്ന് നിർത്ത. വീണ്ടും വീണ്ടും ഐഡിയ, ഇങ്ങോട്ട് വാ. ഹേയ്, നിന്റെ പുറകിൽ എന്തോണ്ട്? ഒന്ന് നോക്ക. എന്താണ് എന്റെ പുറകില്? എന്നെ മണ്ടനാക്കാണോ? നിന്നൊക്കെ ഞാൻ വെറുതെ വിടില്ല. അവന് പറ്റിച്ചപ്പോ നല്ല റിസൾട്ട് അല്ലേ? മോട്ടു, വേഗം ഫ്ലൈയിങ് ഹെൽമെറ്റ് ഇട്ടിട്ട് പൊസിഷനിൽ നിൽക്ക്. ഇങ്ങോട്ട് വാടോ ക്ലൗഡ് മേനെ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വന്ന് എന്നോട് ഏറ്റുമുട്ട്. ഇത് നല്ല രസമുണ്ടല്ലോ. ആദ്യം നിനക്ക് തീരണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ശരി, നിന്റെ ആഗ്രഹം ഞാൻ ഇപ്പൊ തന്നെ നിറവേറ്റി തരാം. വാചകം അടിക്കാതെ വന്നെന്നെ പിടിക്കാൻ നോക്ക് ചേട്ടാ. എന്റെ ഈ വണ്ടി നിങ്ങളെക്കാളും വേഗത കൂടിയതാണ്. ചേട്ടാ, വഴിതെറ്റി എങ്ങോട്ട് പോയേക്കല്ലേ? ഇവിടേക്ക് ഒരുപാട് യൂ ടേൺ ഉള്ളതാ. വരൂ വരൂന്നേ. എവിടെ പോയവൻ? ഹലോ, എക്സ്ക്യൂസ് മീ, ഞാൻ ഇവിടെ ഉണ്ട്. അയ്യേ, അവിടെയല്ല, ദേ ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ. മോട്ടു, വേഗം പൊസിഷനിൽ പോയി നിൽക്ക. ഓക്കെ പത്ലു. വാടോ ക്ലൗഡ് മേനെ, വന്നെന്നെ പിടിക്കാൻ നോക്ക്. അങ്ങനെ തന്നെ പിടിക്കാൻ നോക്ക്. അടുത്ത് തന്നെ ഉണ്ടല്ലോ, പിടിക്ക്. പിടി 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 പിടിക്കണോ, പിടിച്ച് കാണിക്ക്. പത്ലു പൊസിഷനിലാ ഉള്ളത്. ഓക്കെ മോട്ടു. ഇപ്പോൾ നിന്റെ കഥയുടെ അവസാനമാണ്. എന്താ ഇത്? മോട്ടു, ഇവിടെ. മോട്ടു, മോട്ടു, ചിങ്കം സാറും കൂട്ടുകാരും വരുന്നുണ്ട്. പൊളിച്ചട്ടല്ല, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിലേ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എന്റെ ചങ്കയുടെ ബ്രോ, അവനൊക്കെ പ്ലാനിലേക്ക് അടിഞ്ഞു പോകുന്നു. ഇനി അവന്റെ കാര്യം അത് നോക്കിക്കോളൂ. അവന്റെ കഥ തീർന്നു.
വേഗം വാ പോയി നോക്കാം. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഇവനെ കണ്ടാൽ ക്ലൗഡിനാൽ ഉണ്ടായതുപോലെ ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായി, ഇത് ഏതെങ്കിലും ഒരു റോബോട്ട് ഉണ്ടാക്കിയതായിരിക്കും. അതാവാനാ സാധ്യത. Watch India's largest kids library only on Jio Hotstar. Download the app now.